ഇനിയാണ് മെയിൻ സാധനം. ദ സീക്രട്ട് ഓഫ് മൈ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത്, ഒരു കുട്ടി മേക്കപ്പാണ് കേട്ടോ. അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരുങ്ങി പോകാമെന്നുള്ളതാണ് കേട്ടോ കാണിക്കണേ. ഞാൻ എങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നത് അതാണ് ഇവിടെ കാണിക്കാൻ പോണേ കേട്ടോ. മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല ഇപ്പോൾ വരെ. എടുത്ത് പറയേണ്ടതാണത് ഇപ്പോൾ വരെ. കാരണം മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും മുഖത്ത് കുരു വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ ആ സാധനങ്ങളൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ, കൺസീലർ, ഹൈലൈറ്റർ, പിന്നെന്തെന്നോ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രൈമർ, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് മേക്കപ്പിനെ പറ്റി യാതൊരു ധാരണയില്ല. എന്നെ കാണുമ്പോൾ ഞാൻ പുട്ടിയടിച്ച് നടക്കുന്നതായിട്ട് മിക്കവരും പറയുന്നുണ്ട്. മെയിനായിട്ടുള്ളൊരു കാര്യം, ഈ വീഡിയോ ചില നാട്ടുകാർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവൾ പുട്ടിയടിച്ച് പോകുന്നു. അവൻ പണിയെടുക്കുന്ന കാശ് അവളുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ മാത്രമേ തികയുന്നുള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ടീമുണ്ട്. അവർക്കും കൂടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. മെയിനായിട്ട് എനിക്കിതാരും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എന്നാലും ഞാനിത് ഒരു സിമ്പിളായിട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യണത്. ഫാനിൻ്റെ സൗണ്ട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ, ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. സ്പീഡ് ഫാൻ ഓഫ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഫാൻ ഇട്ടിട്ട് തന്നെ വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഫാൻ ഓഫ് ചെയ്താലുള്ള അവസ്ഥ പറയുന്നല്ലോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് കാര്യം മേക്കപ്പിനെ പറ്റി എനിക്ക് കാര്യമായിട്ടുള്ള അറിവില്ല, എങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ വൺസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാതെയും യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ റേറ്റ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒടുക്കത്തെ കാശാണ്, നമുക്ക് മുതലാവില്ല. അപ്പോൾ എനിക്ക് ഏർണിങ്സ് ഒക്കെ വന്ന് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ കാശുള്ള അപ്പോൾ ഞാനതൊക്കെ വാങ്ങി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെറുതെ ചേട്ടനെ കഷ്ടപ്പെടുത്തണ്ടല്ലോ, ചേട്ടാ അത് വാങ്ങിച്ചോ ഇത് വാങ്ങിച്ചിട്ടുണ്ടോ, മോശമല്ലേ ഇത്. അപ്പോൾ ഞാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പക്ഷേ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റാണോ യൂസ് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. ഇപ്പോൾ ദാ എൻ്റെ ഫേസ് ക്ലീൻ ആണ് കേട്ടോ. ഞാൻ കുളിച്ച് വന്നിട്ടിരിക്കുകയാണേ. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഒന്നുമില്ല കേട്ടോ, എൻ്റെ മുഖത്ത് ക്ലീൻ ഫേസാണേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഫോക്സ് ടെയിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറ്. നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത് നിവ്യയുടെ ആയിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ പോൺസ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുരു വന്നു. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ് ടെയിലിൻ്റെ മോയ്സ്ചറൈസറും ഇതിൻ്റെ തന്നെ സൺസ്ക്രീനാണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യണേ. നല്ലതാണ്. മിറർ വെച്ചേക്കാട്ടെ ഇവിടെ, ഒന്നാമത് എനിക്ക് കണ്ണൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഫോൺ നോക്കി മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. കഴിഞ്ഞു. മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്. ദെൻ സൺസ്ക്രീൻ. ഇൻഫ്ലുവൻസേഴ്സൊക്കെ വാരി തേക്കണ പോലെ ഇങ്ങനെ 3 ഫിംഗറിലൊക്കെ എടുത്ത് വാരി തേക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് മുതലാവില്ല, പെട്ടെന്ന് തീർന്നു. ഓടുക്കത്തെ കാശമാണ് ഇതിനൊക്കെ. നല്ല സൺസ്ക്രീൻ ഏതാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാര്യം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ഫസ്റ്റ് യൂസ് ചെയ്തത് ഡെർമയുടെ ആണ്, സെക്കൻഡ് ആണ് എൻ്റെ ഫോക്സ് ടെയിൽ. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സൺസ്ക്രീൻ നല്ലത് ഏതാണെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ എനിക്കറിയില്ല പറഞ്ഞത്. ഇത് രണ്ടും കഴിഞ്ഞു. ഇനിയാണ് മെയിൻ സാധനം, ദ സീക്രട്ട് ഓഫ് മൈ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാധനം ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യില്ല ഇത് വാങ്ങിക്കാനായിട്ട്. ഇതിൻ്റെ ഒരു പരസ്യമായിട്ട് കാണരുത്. പണ്ട് തൊട്ട് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. എനിക്കിതില്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ട്. അതൊരിക്കലും നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന് ഞാൻ പറയില്ല. ഇത് ഞാൻ ഗ്രൂമിങ്ങിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നിലും ഈ സാധനം ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. റിവീൽ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഇതാണോ നീ ഇപ്പോഴും യൂസ് ചെയ്യണേ, നീ ഇപ്പോഴും അപ്ഡേറ്റ് ആയില്ലേ, ഇപ്പോഴും ഈ സാധനമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ കളിയാക്കുമല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് ഞാൻ ഈ സാധനം കാണിക്കാത്തത്. പക്ഷേ ഈ ഒരൊറ്റ പ്രൊഡക്റ്റാണ് എന്നെ നീ പുട്ടി അടിച്ചിട്ടുണ്ടോ, നീ എന്താണ് മേക്കപ്പ്, എന്താണ് നിൻ്റെ സീക്രട്ട്, അതായത് എന്തൊക്കെ പ്രൊഡക്റ്റാണ് നീ യൂസ് ചെയ്യുന്നത്, ഇന്ന് എത്ര നേരം എടുത്ത് ഒരുങ്ങാൻ എന്നൊക്കെ ചോദിക്കുന്നത് ഈ ഒരു സാധനം എൻ്റെ മുഖത്തിടുമ്പോഴുള്ളൊരു മാറ്റമാണ് കേട്ടോ. ഐ ആം അഡിക്റ്റഡ് ടു എൻ്റെ സ്വന്തം ഫെയർ ആൻഡ് ലവ്ലി. ഇതില്ലാതെ എനിക്ക് പറ്റില്ല. കുട്ടി അടിച്ചില്ലേ? ഈ ഒരു സാധനം മാത്രം മതി നമ്മൾക്ക് 5-6 സാധനങ്ങൾ മുഖത്ത് വാരി തേച്ചൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ലതാണെന്ന് ഞാൻ പറയില്ല, എല്ലാവരും വാരി തേക്കാൻ ഞാൻ പറയില്ല. എനിക്കിത് യൂസ് ചെയ്ത് ഞാൻ ഇതിൽ അഡിക്റ്റ് ആയതുകൊണ്ട് മാത്രം യൂസ് ചെയ്യണമാണ്. പുക ഞാൻ നിർത്തുമായിരിക്കും, എനിക്കറിയില്ല. നല്ല പ്രൊഡക്റ്റിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഞാൻ നിർത്തും. പക്ഷേ ഇപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്
എൻ്റെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റ്. ഈ ഒരു സാധാ ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാര്യം എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഞാൻ പിരികം ഈ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു ബ്രൗൺ കളറാണ് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാറ്. വേറെ ഒരു കളർ ഞാൻ എടുക്കാറില്ല. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോകണം. ഓ പിന്നെ ഇനി അടുത്തതായിട്ട് ബ്രൗൺ കളർ ഐ ഷാഡോ വെച്ചിട്ട് ഞാനൊന്നും കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കട്ടെ. ബ്രഷൊന്നും നമുക്ക് വശമില്ല. ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് ആരെക്കൊണ്ടും കുറ്റം പറയിക്കാത്ത രീതിയിൽ വാരിത്തേക്കും. പിന്നെ ഇതിൽ ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു ഷെയ്ഡ് അതിങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനി അടുത്തതായിട്ട് ബ്രൗൺ കളർ ഐ ഷാഡോ വെച്ചിട്ട് ഞാനൊന്നും കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കട്ടെ. ബ്രഷൊന്നും നമുക്ക് വശമില്ല. ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് ആരെക്കൊണ്ടും കുറ്റം പറയിക്കാത്ത രീതിയിൽ വാരിത്തേക്കും. പിന്നെ ഇതിൽ ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു ഷെയ്ഡ് അതിങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു ലിപ്സ്റ്റിക് ഉണ്ട് എനിക്ക്. ഇതൊരു പൊട്ട സാധനമാണ്. പിങ്ക് കളറാണ്. എനിക്കിത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ബ്ലഷ് ഇടും. ആക്ച്വലി കണ്ണൊന്നും എഴുതിയില്ലെങ്കിലും ബ്ലഷും ലിപ്സ്റ്റിക്കും ഉണ്ടെങ്കിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഐലൈനർ ലാക്മേയുടെ ആണ് കേട്ടോ. ലാക്മേയുടെ ഐലൈനറാണ് യൂസ് ചെയ്യണേ. എനിക്കെപ്പോഴും കണ്ണ് എഴുതാനത് ഇഷ്ടമല്ല. പണ്ടൊക്കെ സ്ഥിരമായിട്ട് കണ്ണ് എഴുതുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തീരെ കണ്ണ് എഴുതാൻ ഇഷ്ടമല്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് കാജലിൻ്റെ ജെല്ല് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതെനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനത് യൂസ് ചെയ്യും. അതുകൊണ്ട് സ്മോക്കി ഐസൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ദാ ഒരു ലൈറ്റായിട്ട് നമ്മൾ കണ്ണ് എഴുതാൻ പോവാണേ. മസ്കാരയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ അടുത്തില്ല. വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു, മറന്നുപോകും. വല്ല ട്രഡീഷണൽ വെയർ ആണെങ്കിലാണ് അടിയിൽ കണ്ണെഴുതുള്ളൂ, ഇല്ലെങ്കിൽ മേലിൽ മാത്രമേ എഴുതുള്ളൂ കേട്ടോ. പിന്നെ ഒരു ലിപ്പ് ലൈനർ ഉണ്ട്. ഇത് വാങ്ങിയിട്ട് എത്ര നാളായത് പോലും എനിക്ക് ഓർമ്മയില്ല. അത്ര പഴക്കമുണ്ട് ഇതിന്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇതൊരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ലോട്ടസിൻ്റെ ആണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതും ആ കാജലും കൂടിയാണ് പുള്ളിക്കാരി എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. ലോട്ടസിൻ്റെ BM11 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ചുണ്ടടിയായോ? അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ മേക്കപ്പ്. നിങ്ങൾക്ക് ആദ്യത്തെ ആ ഫോട്ടോയിലും ഇപ്പോഴത്തെ ഇതിലും അറിയാൻ പറ്റും എന്തൊക്കെ ഡിഫറൻസ് ആണ് എൻ്റെ മുഖത്ത് വന്നേക്കണേന്ന്. ഇനി എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി സംഭവം വെച്ചിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പ്രൈമറി, കൺസീലർ, ഹൈലൈറ്റർ ഈ വക സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ട് ഇതൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ഞാൻ അതും വെച്ചിട്ട് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അന്ന് എന്നോട് പറയാൻ നിൽക്കരുത്, നീ ഇതൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നല്ലോ, നീ അതേ ചെയ്യുള്ളൂ ഇതേ ചെയ്യുള്ളൂ, നീ ഫെയർ ലവ്ലി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ ഇതൊക്കെയല്ലേ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്. ഇപ്പോൾ എൻ്റെ കാശില്ല ഒന്നും വാങ്ങിക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല. പിന്നീട് ചിലപ്പോൾ കാശ് വരുമ്പോൾ ഞാൻ വാങ്ങിക്കുമായിരിക്കും. ഇതൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഈ ഒരു സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്, ഫെയർ ലവ്ലി. നിങ്ങൾക്ക് ഇനി മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സാധനം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഫെയർ ലവ്ലി വാങ്ങിച്ച് ഉപയോഗിച്ചോളൂ. അപ്പോൾ കുറച്ച് കുട്ടിയിട്ട് എഫക്റ്റ് തോന്നും. അതാണ് എൻ്റെ മുഖത്തുള്ളത്. പിന്നെ കുറച്ച് ബ്ലഷും വാരി തേച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റായി, അടിപൊളിയായി.